ആദായനികുതി വകുപ്പിന്റെ അന്വേഷണത്തെ തുടർന്ന് വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക്, അതായത് വിഷാദ രോഗത്തിലേക്ക് CJ റോയ് അകപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ബംഗളൂരിലെ ഒരു വലിയ ആശുപത്രിയിൽ ഇദ്ദേഹം ചികിത്സ തേടിയെന്നൊക്കെ. ഇത്തരത്തിൽ ഒരു ആദായനികുതി വകുപ്പിന്റെ അന്വേഷണം വരുമ്പം വിഷാദ രോഗം സംഭവിക്കുക, ചികിത്സ തേടുക, അപ്പൊ എന്താണ് ഈ റോയ് മറച്ചു വെച്ചിരുന്നത്? 2016 മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു അന്വേഷണമാണിത്. അല്ലാതെ ആളുകൾ ഉദ്ദേശിക്കുന്ന പോലെ മറ്റേ 3 മാസം മുമ്പ് 6 മാസം മുമ്പ് തുടങ്ങിയ ഒരു അന്വേഷണമല്ല. അപ്പോൾ അന്ന് മുതൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പതുക്കെ പതുക്കെ അക്യുമുലേറ്റ് ചെയ്ത് വരികയും പിന്നീട് ഈ പറയുന്ന പോലെ കേരളത്തിൽ നിന്ന് പോലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ ഇടപെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഗൗതം പറയേണ്ടത്, കേരളത്തിലെ ചില ബിൽഡേഴ്സ് അടക്കം ഈ ഇൻകം ടാക്സിന് ചില ഇൻഫർമേഷൻസ് കൊടുത്തിരുന്നു. അവരുടെയൊക്കെ സമ്മർദ്ദം കൂടി ഉണ്ടാകാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, മറ്റുള്ള ബിൽഡേഴ്സ് എല്ലാം തന്നെ ഒരു 7,500 രൂപ 9,000 രൂപയ്ക്ക് വരെ സ്ക്വയർ ഫീറ്റിന് മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പറയുന്ന ബിൽഡേഴ്സ്, അതായത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്, ശരിക്കും പറഞ്ഞാൽ 5,500 6,000 ഒക്കെയാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, സ്ക്വയർ ഫീറ്റിന് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1,20,00,000 ഒക്കെ ഉള്ള സ്ഥലം ഇവർ പലപ്പോഴും 80 ലക്ഷത്തിനും 70 ലക്ഷത്തിനും ഒക്കെ എന്ത് ചെയ്തിരുന്നു, കൊടുത്തിരുന്നു, അതായത് വിറ്റിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ തന്നെ അത്തരത്തിലുള്ള ഒരു കട്ട് ഔട്ട് കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണിത്. അപ്പോൾ ആ മേഖലയിൽ ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ ഡിസ്റ്റർബൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിൽ 1-2 ബിൽഡേഴ്സ് എങ്കിലും ഇത്തരത്തിൽ അവർക്ക് വലിയ ഹോൾഡ് ഉള്ളവരാണ്, അവർക്ക് വലിയ സ്വാധീനമുള്ളവരാണ്, അവർ കൂടി ഇത്തരത്തിലുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ സമീപിച്ചിരുന്നു. കൂടാതെ നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആ സാധനം വിൽക്കുകയും ബാക്കിയുള്ള പണം എന്ത് ചെയ്യുകയും ചെയ്തു, വിദേശത്ത് മേടിക്കുകയും ചെയ്തു. കൂടാതെ ഇവിടെ വിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ വില കുറച്ച് കാണിക്കുമ്പോൾ, ഇപ്പോൾ 1 കോടി രൂപയുടെ സാധനം 50 ലക്ഷം രൂപ കാണിച്ചു, 40 ലക്ഷം രൂപ കാണിച്ചു സെയിൽ നടത്തണേ. ആ 40 ലക്ഷം രൂപ കാണിച്ച് സെയിൽ നടത്തുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കൂടി മറ്റേ ഇത് കുറഞ്ഞു കിട്ടുകയാണ്, അതായത് ടാക്സും മറ്റേ സ്റ്റാമ്പ് പേപ്പർ മേടിക്കുന്ന ചാർജൊക്കെ കുറഞ്ഞിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ പുറത്ത് അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇൻകം ടാക്സിന്റെ അന്വേഷണം വന്നാൽ മാത്രമല്ല, ഇൻകം ടാക്സിന്റെ അന്വേഷണം പറഞ്ഞതിനും 1 മാസം മുമ്പെടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വരുമെന്ന് പറഞ്ഞു. EDയുടെ അന്വേഷണം വന്നാൽ അത് വലിയ പുലിവാലാണ്. കാരണം PMLA ആക്ട് പ്രകാരം അന്വേഷണം എടുത്താൽ അവർക്ക് സ്വത്തുവകകൾ കണ്ടുകെട്ടാം, ജാമ്യമില്ലാതെ ആളെ പിടിച്ച് അകത്തിടാം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇപ്പം ജനങ്ങൾ ഇപ്പോഴാണ് അറിയണം, ഫൈൻ, നമ്മളിപ്പോഴാണ് അറിയണം, അല്ലെങ്കിൽ ഇപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴാണ് അറിയണം. ഇപ്പം ഞാനൊക്കെ കുറെ കൂടി നേരത്തെ അറിഞ്ഞിരുന്നു. ഞാൻ ഇവർ 18, 19 20 ഒക്കെ തന്നെ ഇവർ മറ്റേ ഇതൊക്കെ സെയിൽസ് ഒക്കെ നിർത്തി വെച്ചിരുന്നു, അതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് സാധാരണക്കാരായ ജനങ്ങൾ വളരെ വൈകിയാണ് അറിയണം. പക്ഷെ അതിനേക്കാൾ മുമ്പ് അറിയുന്ന ഒരാളുകളുണ്ട്. അതാരാണ്? ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ താരങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ എന്ത് ചെയ്യും, ഈ ഏജൻസികളുടെ അടുത്ത് നിന്ന് നേരിട്ട് ഇൻഫർമേഷൻ കിട്ടാവുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് വലിയ പരിചയം ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ പണത്തിന് വേണ്ടി കൂടി സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അപ്പൊ പണത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും, ഒരു സൈഡിൽ ഇപ്പോഴത്തെ ഇൻകം ടാക്സ്, ED, മറ്റ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണം നടക്കുന്നു. അതേസമയം തന്നെ തൊട്ടിപ്പുറത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, സംഗതി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 5 കൊല്ലം കഴിഞ്ഞോ 10 കൊല്ലം കഴിഞ്ഞോ ഒക്കെ തന്നാൽ മതി, ഇപ്പൊ അത്യാവശ്യമില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ തന്നെ 1 കൊല്ലം കഴിഞ്ഞൊക്കെ കാശ് തിരിച്ചു വയ്ക്കുകയും ചെയ്യുന്ന വലിയ സമ്മർദ്ദം കൂടി നേരിട്ടിരുന്നു. ആ സമ്മർദ്ദങ്ങൾ താങ്ങാൻ വയ്യാതെയാണ് താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹം ഇപ്പോൾ ഒരു മാനസിക അസ്വസ്ഥതകൾക്ക്, അങ്ങനെ പറഞ്ഞാൽ മതി, മാനസിക അസ്വസ്ഥതകൾക്ക് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഹോസ്പിറ്റലുകളിൽ ചിലതിൽ അവിടെയുള്ള ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ എന്ത് ചെയ്ത് ചികിത്സ തേടിയിട്ടുള്ളത്. ഡിപ്രഷൻ ആയിരുന്നു അദ്ദേഹത്തിന്, വളരെ വിഷാദ രോഗമായിരുന്നു എന്നാണ്. അപ്പൊ അത്തരത്തിൽ വിഷാദ രോഗത്തിന്റെ സിംറ്റംസ് കാണിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്, അത് ഒരു ഗ്രാജുവൽ പ്രോസസ്സായി ആത്മഹത്യ ചെയ്യുന്നത്. പിന്നെ ഇതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ആദ്യം എല്ലാവരും പറഞ്ഞ പൊടുന്നനെ ആത്മഹത്യ ചെയ്തെന്നാണ്. പൊടുന്നനെ ആത്മഹത്യ ചെയ്തതല്ല. അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഞാനില്ലാതെ നിങ്ങൾ അങ്ങനെ ജീവിക്കുമെന്ന് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂവിൽ തന്നെ അതിന്റെ ചില സൂചനകളുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ ബക്കറ്റ് ലിസ്റ്റിലോ ഡ്രം ലിസ്റ്റിലോ ഇനി ഒന്നുമില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ മറ്റേതെങ്കിലും ത്രെട്ടുകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഗൗതം, ഇദ്ദേഹം 24 hours നടന്നിരുന്നത് നമ്മൾ അറിയുന്ന ഗണ്ണുള്ള ഒരു ചെറിയ ബാഗുമായിട്ടാണ് നടന്നിരുന്നത്. അതെപ്പോഴെങ്കിലും എടുക്കാൻ മറന്നുപോയാൽ തന്നെ ആളെ വിട്ട് അദ്ദേഹം വലിയ പരിഭ്രാന്തരാവുകയും എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കേസ്, അദ്ദേഹം വരുമ്പോൾ താമസിച്ചിരുന്നത്, ഇപ്പൊ ബാംഗ്ലൂരിലൊക്കെ അദ്ദേഹത്തിന് അങ്ങനെ താമസിക്കൊണ്ടൊരു ആവശ്യമില്ല. കാരണം 150 ഏക്കറിൽ ഗോൾഫ് കോഴ്സ് ഉണ്ട് അദ്ദേഹത്തിന്. നിരവധി നമുക്കറിയാലോ വില്ലകളും അതുപോലെ ഫ്ലാറ്റുകളും ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് ITCയുടെ ഹോട്ടലുകളിലാണ്. ITC ഗാർഡനിയ എന്ന് പറയുന്ന ഹോട്ടലിൽ താമസിക്കുന്നു. ഈ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ ഹോട്ടലിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ അറിയേണ്ടത്, ആ ഹോട്ടലിൽ എന്ത് ചെയ്തിരുന്നു, ഫുൾ ആ നിരയിലുള്ള റൂമുകൾ മൊത്തം ബുക്ക് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് പോകാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ലിഫ്റ്റ് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും
ഒരു ലിഫ്റ്റിൽ അദ്ദേഹം സഞ്ചരിക്കുകയും തൊട്ടപ്പുറത്തെ ലിഫ്റ്റിൽ ശരിക്കും വന്ന് ഇദ്ദേഹത്തിന്റെ 15ഓളം വരുന്ന ബൗൺസേഴ്സ് സഞ്ചരിക്കുകയും അവർ വന്ന് ഈ ലിഫ്റ്റ് തുറക്കുമ്പോൾ മാത്രം അവരോടൊപ്പം അദ്ദേഹം പോവുകയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അന്നൊക്കെ ആളുകൾ വിചാരിച്ചിരുന്ന ഒരു കാര്യം ഇതൊരു ഷോ ഓഫിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് വിചാരിച്ചത്. അടുത്ത കാലത്താണോ ഇങ്ങനെയുള്ള ഇത്, അല്ല കുറെ നാളായോ? അല്ല, കുറച്ച് അധികം നാളായി അദ്ദേഹം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇത് ഈ പ്രശ്നങ്ങളൊക്കെ അടുത്ത് ഇപ്പൊ തുടങ്ങിയതാണെന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പൊ അമ്മയെ കാണാൻ പോകുന്നു, പക്ഷെ അമ്മയോടൊപ്പം താമസിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് അമ്മ വളരെ പ്രിയപ്പെട്ടതാണ്. നമുക്കറിയാലോ, അവര് കരയുന്ന സീനൊക്കെ കണ്ടാൽ നമുക്ക് പോലും സങ്കടം വരും. കാരണം എനിക്ക് നിന്നെ മാത്രം മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കരയുന്നത്. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് പലപ്പോഴും ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ മക്കൾക്ക് എന്തെങ്കിലും മരണം സംഭവിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിൽ ഉള്ള വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ സംഭവിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇദ്ദേഹത്തെ കുറെ നാളായി ഹോണ്ട് ചെയ്തിരുന്നു എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നമ്മൾ ഈ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം എന്ന് പറയുന്നത് ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന് മുകളിൽ മാത്രമല്ല, ഒരുപാട് ഇത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികളിലൊക്കെ മേളിലൊക്കെ അവർ അന്വേഷണം നടത്തുന്നുണ്ട്. അവരൊക്കെ ആത്മഹത്യ ചെയ്തോ? ഈ അന്വേഷണം നടത്തുന്നവരെല്ലാം ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഇവിടെ ആരെങ്കിലും ബാക്കി ഉണ്ടാവും? എങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഞാനിപ്പോ കഥയൊന്നും പറയുന്നില്ല. ഗൗതം പറയേണ്ട അന്വേഷണം ഒരുപാട് നടക്കും. പക്ഷെ അന്വേഷണം നടക്കുമ്പോഴും ഗൗതം, അതാണ് ചോദ്യം, നമുക്ക് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതായത് നമുക്ക് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഇൻകം ടാക്സിന് അന്വേഷണം വന്നാൽ പേടിക്കാനൊന്നുമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ ഒരു ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങളത് അഡ്വാൻസ് ആയിട്ട് അടച്ചാൽ മതി. ഞാൻ അങ്ങനെ 3.5 ലക്ഷം രൂപ അഡ്വാൻസ് ടാക്സ് അടച്ച ഒരാളാണ്. ഗൗതം കേൾക്കുമ്പോൾ ഞെട്ടും, മനസ്സിലായി? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറയണേ. അപ്പൊ അങ്ങനെ അടച്ചാൽ മതി. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇപ്പൊ നമ്മൾ ടാക്സ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് അവർ ടാക്സിന്റെ കാര്യത്തിൽ ഒന്നും കണ്ടെത്തിയില്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം അവർ പറഞ്ഞു, ഞങ്ങൾ എന്തായാലും ഇത്ര പണിയെടുത്തല്ലേ, നിങ്ങൾ എന്ത് ചെയ്യും, അടുത്ത കൊല്ലത്തേക്കുള്ള അഡ്വാൻസ് ടാക്സ് കുറച്ച് എന്ത് ചെയ്യും, അടച്ചേക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, അന്ന് നമ്മുടെ ഏറ്റവും കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സ്വാമി എന്ന് പറയുന്ന ഒരു പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് എനിക്ക് വേണ്ടി ഹാജരായത്. അദ്ദേഹം തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ ചാർട്ടേഡ് അക്കൗണ്ട്. അപ്പൊ എനിക്ക് വേണ്ടി എങ്ങനെ ഹാജരായതെന്ന് ഗോത്തിന് തോന്നും. അദ്ദേഹം എന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം എന്ത് ചെയ്താണ്, ഹാജരായതാണ്. എന്ന് പറഞ്ഞാൽ ട്രിബ്യൂണലിൽ കേസ് വാദിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം പോകുന്നത് സാധാരണ, മനസ്സിലായോ? അപ്പൊ അതൊക്കെ ഞാനിപ്പോൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും അറിയാത്ത ഒരാളല്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. ഇപ്പൊ അതിനപ്പുറത്തേക്കുള്ള ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട, കാരണം എൻ്റെ കഥയല്ലല്ലോ ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ വലിയ സംഭവമൊന്നും എന്ത് ചെയ്യാനില്ല. പക്ഷെ അതുപോലും നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. കാരണം എന്താ പറയുക, ഇവർ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തിട്ട് പോവുകയും പിന്നീട് അത് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാവുകയും ചിലപ്പോൾ ചെക്കുകളൊക്കെ എടുത്തിട്ട് പോവുകയും പിന്നെ അതിനൊക്കെ കാരണം കാണിക്കുകയും ചിലപ്പോൾ കറക്റ്റ് ടൈമിൽ നമുക്ക് തിരിച്ചു കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യും. കാരണം ഇത് നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം. ശരി, അന്വേഷണം വന്നാൽ അല്ല, ഞാൻ പറഞ്ഞ ആത്മഹത്യയും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത് നമ്മൾ ബുദ്ധിമുട്ടിക്കും. ഒരുപക്ഷെ ചിലപ്പോൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ ബിസിനസ് തകർന്നു പോകും. കാരണം വെച്ചാൽ ഭയങ്കര പൊല്ലാപ്പുകളായിരിക്കും അതിന്റെ പുറകിൽ, മനസ്സിലായി? പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇപ്പൊ നമ്മൾ വിദേശത്തു നിന്ന് നാളെ പണം കൊണ്ടുവന്നിരിക്കുന്നു, അതിലെന്തെങ്കിലും ഷെയ്ഡി കാര്യങ്ങളുണ്ട്, നമുക്ക് അതിന്റെ സോഴ്സ് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? PML ആക്ടൊക്കെ അട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ പ്രശ്നത്തിലേക്ക് എന്ത് ചെയ്യും, പോവും. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് എന്തായിട്ടുള്ളത്, അത്രയും വലിയ പ്രശ്നം. ഇനി വേറെ തിരിച്ചു പോയിക്കട്ടെ, ഇപ്പൊ CJ റോയ് എന്ന് പറഞ്ഞ ഒരാൾ മിടുക്കനല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം മിടുക്കുള്ള ഒരാളായിരുന്നു, വളരെ കഠിനാധ്വാനത്തോടെ ജോലി ചെയ്ത ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒന്നും അറിയാത്ത ഒരാളായിട്ടാണ്. അദ്ദേഹം എത്രയോ ഇൻകം ടാക്സ് എൻക്വയറികൾ നേരിട്ടിട്ടുണ്ടാവും. ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം എത്രയോ ഇൻകം ടാക്സ് എൻക്വയറികൾ നേരിട്ടുണ്ടാവും. എത്രയോ രാജ്യാന്തര ദുബായിലടക്കം മറ്റു പല ഏജൻസികളുടെ അന്വേഷണം നേരിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ അന്വേഷണം നേരിടുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ മറുപടികളില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇത് ആദ്യമായിട്ടല്ല ഈ അന്വേഷണം നേരിട്ടത്. ഇതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് അനുകൂലമായി വിധി കിട്ടുകയും ഇത് സ്റ്റേ ചെയ്യണമെന്നും പറഞ്ഞിരുന്നു. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ നിന്ന് പിടിച്ചെടുത്ത ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, ആ പിടിച്ചെടുത്ത ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ അവിടെ തന്നെ സീസ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഉദ്യോഗസ്ഥർ പോയത്. പിന്നെ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വെക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഡോക്യുമെന്റ് എടുക്കാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പൊ ഇനി അതിൽ നിന്ന് എന്തെങ്കിലും ഡോക്യുമെന്റ് മാറ്റിയിട്ടുണ്ടോ, അതുകൊണ്ടാണോ ആദ്യമാണോ നമ്മൾ കേട്ടതുപോലെ CCTV വർക്ക് ചെയ്യുന്നില്ലായിരുന്നു എന്നൊക്കെ കേട്ടതിന്റെ എന്ന സംശയമൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഗൗതം. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യം വന്നാൽ, ഇപ്പൊ PML ആക്ട് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ടുകളൊക്കെ എന്ത് ചെയ്യപ്പെടും, സീസ് ചെയ്യപ്പെടും, മനസ്സിലായ? അപ്പൊ അക്കൗണ്ടൊക്കെ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പോലും എനിക്കറിയില്ല, സ്ഥിരീകരിക്കാൻ കഴിയില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ പോലും അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആലോചനകൾ നടന്നു. അപ്പൊ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്വന്തം സ്വത്ത് കണ്ടുകെട്ടലിലേക്ക് പോകും എന്ന ചില ആളുകളൊക്കെ ഇരുന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, ഒരു നല്ല അഡ്വക്കേറ്റ് പോലും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്ത് അടിസ്ഥാനത്തിൽ ഇവര് പറയണത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അദ്ദേഹം കപിൽ സിബലിനെ കണ്ടിരുന്നു, അദ്ദേഹം ഈ പറയുന്ന പോലെ മറ്റേ ഇന്ത്യയിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ലോയറെ കണ്ടിരുന്നു എന്നൊക്കെ അറിയാൻ പറ്റുമോ നമുക്ക്?
ഇനി അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേറെ ഉദ്യോഗസ്ഥന്മാർ പോയി കണ്ടിട്ടുണ്ടോ നമുക്ക് അറിയാൻ പറ്റുമോ? അങ്ങനെ കണ്ട് അവര് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇത് വലിയ തലവേദനയാണ്, ഇതിൽ നിന്ന് ഊരിയെടുക്കൽ എന്തെല്ലാം കാര്യമില്ല. അതായത് ഒരാൾക്കും രക്ഷപ്പെടുത്താൻ പറ്റും. ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അവൻ എല്ലാ ഓപ്ഷൻസും നോക്കൂലേ ഗോതം? പ്രത്യേകിച്ചും CJ റോയിയെ പോലുള്ള ആള് തീർച്ചയായിട്ടും നോക്കില്ലേ? അയാൾ നല്ല ഈ കന്നഡ സംസാരിക്കുന്ന, മലയാളം സംസാരിക്കുന്ന, ഇംഗ്ലീഷ് സംസാരിക്കുന്ന, ഹിന്ദി സംസാരിക്കുന്ന, ഗംഭീരമായി എന്താണ് ഈ പറയുന്ന കോടികളുടെ പ്രൊജക്ട് സെല് ചെയ്യാൻ പറ്റുന്ന, സ്വന്തം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വിളിച്ച് വളരെ ഗംഭീരമായി സംസാരിച്ചുകൊണ്ട് 50 കോടിയും 500 കോടിയും ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരാള് ഈ പറയുന്ന ഓപ്ഷൻ ഒന്നും നോക്കിയിട്ടില്ലേ? എനിക്കറിയില്ല. ഇവര് സാമാന്യ ബോധത്തിന് നിരക്കുന്ന ഒരു കാര്യമല്ല. അല്ല, അയാളൊരു സാധാരണക്കാരനല്ല, അത് ഇവര് മനസ്സിലാക്കണം. അതാ ഞാൻ പറഞ്ഞത്. ഹ്യൂലറ്റ് പാക്കർഡിൽ ജോലി ചെയ്ത സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം ഗംഭീരമായി പെർഫോം ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പൊ ക്രിസ്റ്റൽ ഗ്രൂപ്പ് ആണെങ്കിലും ഹ്യൂലറ്റ് പാക്കർഡ് ആണെങ്കിലും ഇദ്ദേഹത്തിന് മിടുക്കില്ലാതെ എന്ത് ചെയ്യില്ലല്ലോ, അംഗീകരിക്കപ്പെടില്ല, ഓഫർ ചെയ്യില്ലല്ലോ, ഓഫർ കൊടുക്കില്ലല്ലോ. അപ്പൊ അത്തരത്തിൽ ഓഫർ കൊടുക്കപ്പെട്ട ഒരാൾ ഇതൊന്നും പുള്ളിക്ക് അറിയാൻ പാടില്ല, ഇവിടെയുള്ള കുറച്ച് മറ്റേ യൂട്യൂബ് ചാനലുമായിട്ട് ഇരിക്കുന്നവർക്ക് മാത്രം അറിയാൻ പാടില്ല, അതുകൊണ്ട് ഇയാൾക്ക് വക്കീലും ഉണ്ടായില്ല. എന്താ ഇവരീ പറയണ? ഹരീഷ് സാൽവെ എന്ന് പറയുന്ന വക്കീലിനോട് ഇയാൾ ചിലപ്പോൾ 20 ലക്ഷം രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, അഡ്വൈസ് തേടിയിട്ടുണ്ടാവും. അപ്പൊ ഡോക്യുമെന്റ് ഒക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. 20-25 ലക്ഷം രൂപ ഡോക്യുമെന്റ് ഒക്കെ വായിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവും ഇതാണ് കാര്യം, താൻ ഇത്രയും കാലം ജയിലിൽ കിടക്കേണ്ടി വരും, അത് കഴിയുമ്പോൾ ബിസിനസ്സിനൊക്കെ പ്രശ്നം ഉണ്ടാവും, അത് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പ്രമുഖര്, സിനിമാ താരങ്ങളൊക്കെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവര് ഈ ED അന്വേഷണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അന്വേഷണം ഈ കമ്പനി നേരിടുന്നുണ്ട് എന്ന ഭയം അവർക്ക് പോലും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് പൈസ ചോദിച്ചു തുടങ്ങിയത്. അവരെന്തിനാണ് ഈ ഭയപ്പെടുന്നത്? അവര് ഭയപ്പെടുന്നത് അവരെവിടെ നിന്ന് സോഴ്സ് കാണിക്കും. അവരെവിടെ നിന്ന് സോഴ്സ് കാണിക്കും. അപ്പൊ ഇതൊരു ചെയിനാണ്. പിന്നെ ചെയിൻ അല്ലാതെ പിന്നെ എന്താണ് ഗൗതം പറയണത്? ഗൗതം എന്താ പറയുന്നത്? ഇപ്പൊ ഞാനൊരു ഉദാഹരണം ഗൗതത്തിനോട് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം, നാട്ടുകാർക്കും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു ഉദാഹരണമുണ്ട്. നമ്മുടെ പാവപ്പെട്ട അതീവ വിശ്വാസിയായ അയ്യപ്പ വിശ്വാസിയായ ഒരാളാണല്ലോ എന്ന് പറയുന്നത് മറ്റേ താഴ്മൺ കുടുംബാംഗമായിട്ടുള്ള കണ്ഠരര് രാജീവന് തന്ത്രി ആണല്ലോ. പുള്ളിയൊക്കെ എത്ര നല്ല മനുഷ്യാന്ന് ആലോചിച്ചു. പത്തനംതിട്ടയിൽ ഒരു സ്വകാര്യ ധനവിടപാട് കേന്ദ്രത്തിൽ പുള്ളി 2.5 കോടി കൊണ്ട് ഇട്ടു. സ്ഥാപനം പൊളിഞ്ഞുപോയി, പുള്ളിക്ക് പരാതിയില്ല. ശരിക്കും ഒരു പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് എഴുതി കൊടുത്ത് പരാതിയായിട്ട് നിന്നാൽ ഇനി അദ്ദേഹത്തിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ജപ്തി ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് കിട്ടും? ഈ കാശ് പുള്ളിക്കത് വേണ്ട. എന്താ കാര്യം മനസ്സിലായ? എന്തുകൊണ്ടായിരിക്കും സ്വകാര്യ ധനവിടപാട് സ്ഥാപനത്തിൽ കൊണ്ടിട്ടേക്കണത്? എന്താ കാര്യം? SBIയിലോ SBTയിലോ അല്ലെങ്കിൽ കാനറ ബാങ്കിലോ ഫെഡറൽ ബാങ്കിലോ ഇട്ടാൽ പോലും എന്ത് ചെയ്യും? മനസ്സിലായ? അപ്പൊ സഹകരണ ബാങ്കിൽ പോലും ഇടാൻ മേടിച്ചിട്ടാണ് പുള്ളി എന്ത് ചെയ്തേക്കണത്? സ്വകാര്യ ധനവിടപാട് ബാങ്കിൽ കൊണ്ടിട്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണം. സാധാരണക്കാർ മുഴുവൻ ഇത് കേൾക്കണം, താഴെ കമന്റ് ചെയ്യണം പ്ലീസ്. 2.5 കോടി രൂപ എന്ന് പറഞ്ഞാൽ 250 ലക്ഷം രൂപ അവിടെ പോയിട്ടു. മനസ്സിലായോ? നമ്മളിപ്പോ ചാനലിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ 5 ലക്ഷം രൂപ ഭയങ്കര ശമ്പളമായിട്ട് പറഞ്ഞ 5 ലക്ഷം രൂപ ശമ്പളം എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര രൂപ കിട്ടും? ഒരു കൊല്ലം 60 ലക്ഷം രൂപ കിട്ടും. ഇല്ല, 60 ലക്ഷം രൂപ കിട്ടും. 10 കൊല്ലം ജോലി ചെയ്ത് എത്ര കിട്ടും? 6 കോടി രൂപ കിട്ടും. ഇത് 250 ഇത് 250 ലക്ഷം രൂപ. ഇത് കയ്യിൽ കിടക്കണ കാശ് പോയിട്ട് കുഴപ്പമില്ല, പരാതിയില്ല. കാരണം പരാതിയുമായിട്ട് ചെന്നാൽ ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? പണി കിട്ടും. ഈ കേരളത്തിൽ പണ്ടൊക്കെ ഇത് വീട്ടിൽ വെച്ചേക്കണ കാശി മറ്റേ ആളുകൾ എടുത്തിട്ട് പോകുമായിരുന്നു. മനസ്സിലായി? പല സിനിമകളിലും ഒക്കെ കാണിച്ചിട്ടുണ്ട്. കാരണം കള്ളപ്പണം അടിച്ചു മാറ്റും. അടിച്ചു മാറ്റിയാൽ പരാതി വരില്ല. കാരണം എന്താ? പരാതിയായിട്ട് പോയ സോഴ്സ് കാണിക്കും. ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഇവിടെ കുറ്റം ചെയ്യപ്പെടും. ഇപ്പം ഭയങ്കര വല്ലാത്ത രീതിയിൽ ആദ്യമൊക്കെ ഇദ്ദേഹം ഈ മരണപ്പെട്ട സമയത്തൊക്കെ റോയിനെ വല്ലാത്ത രീതിയിൽ മഹത്വവൽക്കരിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കുറ്റപ്പെടുത്തുന്ന ഒരു സംഗതി ഉണ്ടായി. ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഇയാൾക്ക് പിന്നിൽ ഒരുപാട് പേരുണ്ട്. റോയ് മാത്രമല്ല യഥാർത്ഥത്തിൽ കുറ്റപ്പെടുത്തേണ്ടത്. റോയ് മാത്രമല്ലെന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഒരു ഇത്തിരി സാമാന്യ ബോധമുള്ള ആളുകൾക്ക് തന്നെ അറിയാം. കാരണം കർണാടകത്തിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഇങ്ങോട്ട് വന്ന ആളുകൾ ഫണ്ട് തരും, ഇങ്ങോട്ട് കൊണ്ടുവന്ന ആളുകൾ ഫണ്ട് തരും. എന്ന് പറഞ്ഞാൽ അവർക്കിത് ബാങ്കിൽ ഇടാനോ വേറെ പരിപാടിക്കോ ഒന്നും പറ്റില്ല. അപ്പോൾ അവർ പറയാൻ പോണത് ഈ ഫണ്ട് എന്ത് ചെയ്തു, നിങ്ങൾ 50 കോടി അല്ലെങ്കിൽ 100 കോടി കയ്യിൽ വെച്ചോ. വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു 120 കോടിയായിട്ട് എന്ത് ചെയ്താൽ മതി, അടുത്ത കൊല്ലം ഗൾഫിൽ തന്നാൽ മതി. ഇതാന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഗുണമാണ്. കാരണം വെച്ചാൽ ഒരു ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്താൽ പോലും എന്ത് ചെയ്യും? അത്രയും പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. പിന്നെ രാഷ്ട്രീയക്കാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു വലിയ ധൈര്യം ഉണ്ട്. ആ ധൈര്യം എന്താ? ഇത് എന്ത് സംഭവിച്ചാലും മേടിക്കാന്ന് അവർക്കറിയാം. അവർക്ക് അതിന് നിയമമൊന്നും ആവശ്യമില്ല. നാളെ കോൺഫിഡന്റ് ഗ്രൂപ്പും ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരു 10 സ്ഥലത്ത് സമരം നടത്തിയാൽ പോലും ബിസിനസ് കൂട്ടി. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഇത് അങ്ങനെയുള്ള വലിയ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും. പക്ഷെ അങ്ങനെയുള്ള ഒരു കാശ്. ഇനി വേറൊരു കാര്യം പറയാം. ഈ ചില ആളുകളുടെ അടുത്ത് കേരളത്തിലൊക്കെ പല ഓഫറുകൾ പോലും വന്നിട്ടുണ്ട്.
നിങ്ങൾ ആഴ്ചയിൽ മാസത്തിൽ 2 തവണ ദുബായിലൊക്കെ പോയിട്ട് വരണം. അപ്പം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നമ്മൾ കാശ് എന്ത് ചെയ്യും? ഇട്ട് തരും. വെറുതെ പോയാൽ മതിയോ? വെറുതെ പോയാൽ മതി. കാരണം വെച്ചാൽ നിങ്ങളുടെ ഈ പണമുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ വലിയ പരിപാടി നടത്തുന്നുണ്ടെന്ന് ആളുകളെ എന്ത് ചെയ്താൽ മതി, കാണിച്ചാൽ ബോധിപ്പിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും? കാശ് തരും. ആ കാശ് എന്ത് ചെയ്യണം? ഇങ്ങനെ തിരിച്ച് വേറെ സ്ഥലങ്ങളിൽ അവർ പറയുന്ന സ്ഥലങ്ങളിൽ കൊടുക്കണം. ഇനി വളരെ ചെറുതായിട്ടൊരു കാര്യം കൂടി ഞാൻ ഗോപത്തിൻ്റെ അടുത്ത് വയ്ക്കട്ടെ. ഒരു സിമ്പിൾ കാര്യം. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും യാത്രകളൊന്ന് പരിശോധിക്കും. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്, എനിക്ക് സമയമില്ല, വേറെ ആരെങ്കിലും ഒന്ന് എടുത്ത് പരിശോധിക്കുക. എല്ലാ രാഷ്ട്രീയക്കാരും ദുബായി പോയിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും തന്നെ ഒരു മാസത്തിൽ 2 തവണ വീതം ദുബായിൽ ഉണ്ടാവും. ഇനി ഇലക്ഷൻ പ്രഖ്യാപിച്ച് നോക്കുമ്പോൾ തൊട്ട് 9 ദിവസങ്ങളിൽ അവർ ദുബായിൽ പോകുന്നുണ്ടാവും. എന്താണിത്? വെറുതെ ഒരാൾ ഒരു 16,000 രൂപ മുടക്കി, അല്ലെങ്കിൽ എന്ത് ചെയ്യുമോ, മറ്റേ ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റ്, ബിസിനസ് ക്ലാസ് അതിൽ കൂടുതൽ വരുമായിരിക്കും, എനിക്കറിയില്ല ഇപ്പോഴത്തെ. അപ്പോൾ ആ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ പോയിട്ട് ഒരു 2 ദിവസം നിന്നിട്ട് തിരിച്ചിങ്ങ് വരും. എന്തായിരിക്കും കാര്യം? പണം. അപ്പം അതുകൊണ്ട് ഇതൊക്കെ എന്താണ്? പിന്നെ ദുബായിലും ചില നിയമങ്ങൾ മാറ്റി, ആ നിയമങ്ങൾ മാറ്റിയതിനെ പൊല്ലാപ്പ് പുള്ളിക്ക് എന്ത് ചെയ്തു വന്നിരുന്നു. കാരണം ഇന്ത്യയുമായിട്ട് വലിയ ദുബായ് ജയിലിൽ പോലും ഇദ്ദേഹം ആകേണ്ടി വരുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ അതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിലുള്ള പണമല്ല ദുബായിലേക്ക് കൊണ്ടുവന്നേക്കണേ, ദുബായിയുടെ പുറത്തുനിന്നുള്ള പണമാണ് കൊണ്ടുവന്നേക്കണേ. അപ്പോൾ ആ പണത്തിന്റെ പുറത്ത് ഇന്ത്യ ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തിയാൽ ദുബായിയൊക്കെ ചില ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കൂടാ. ആ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതും ചിലപ്പോൾ തലവേദന ഉണ്ടാകുമായിരിക്കും. അതാണ് ഇതിന്റെ കാര്യമുള്ളൂ. അടിമുടി റോയ് ഭയന്ന് അല്ല, റോയ് ഭയന്നിരുന്നു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറയുമ്പോൾ സങ്കടമുണ്ട് പറയാൻ. പക്ഷെ ഒരാള് എന്ത് ചെയ്തിരുന്നു, ഒരു 5-6 മാസങ്ങളിൽ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു. ഈ മരിക്കുമ്പോഴുള്ള പ്രശ്നം കുറവാണ്, പക്ഷെ മരിക്കണതിന് തൊട്ടു മുമ്പുള്ളൊരു ആ സമയങ്ങളുണ്ടല്ലോ, ആ സമയങ്ങൾ ഞാനിവിടെ ചോദിക്കുന്നത്, ഒരു പക്ഷേ ഇപ്പം പലരും പറയുന്നുണ്ട് ഇദ്ദേഹം കാണിച്ചത്, ഇത്രയും ബുദ്ധിയിൽ ഇദ്ദേഹം കാണിച്ചത് ഒരു ബുദ്ധിമോശമാണ്. ഇദ്ദേഹത്തിന് മുമ്പിൽ മറ്റൊരു ഓപ്ഷനും ആത്മഹത്യ അല്ലാതെ ദർ ഇസ് നോ അതർ ഓപ്ഷൻ, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നോ റോയ് പോയിക്കൊണ്ടിരുന്നത്? ആത്മഹത്യ അല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടോ ഇല്ല എന്നൊക്കെ ഞാനിവിടെ നിന്ന് പറഞ്ഞാൽ ശരിയല്ലോ. ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇത് ചെയ്യുമോ? അത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യുമോന്ന് ചോദിച്ചാൽ ജയിലിൽ പോയി കിടക്കാന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട. പക്ഷെ ജയിലിൽ പോയി കിടന്നാൽ അത്രയും വലിയ കുറ്റം ചെയ്തിരുന്നോ? അല്ല, അത്ര വലിയ കുറ്റമില്ലാതെ ഞാൻ ചോദിക്കുന്നത്, റോയിയെ പോലൊരാൾ അല്ലാതെ എന്തിനാണ് ചെയ്തതെന്നുള്ളത് റോയിയുടെ അടുത്തേക്ക് ആരെങ്കിലും ഒന്ന് പറയട്ടെ. എന്തിനാണ് അദ്ദേഹം ഇത് ചെയ്തത്? ഒരു ഇൻകം ടാക്സിൽ 50 കോടി രൂപ ഫൈൻ അടക്കാൻ പറഞ്ഞ് ഇത് ചെയ്യും? നമ്മളെ പോലെയുള്ള ഒരാളോട് ചിലപ്പോൾ 50 കോടി രൂപ ഫൈൻ അടക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടി വരും, കാരണം നമുക്ക് വേറെ വഴിയില്ല. മനസ്സിലായേ? പക്ഷെ റോയിനെ പോലുള്ള ആളോട് 50 കോടി രൂപ ഫൈൻ അടക്കാൻ പറഞ്ഞാൽ ചെയ്യും? ഇല്ല, കാരണം 150 ഏക്കറിലെ ഗോൾഫ് കോഴ്സ് അങ്ങോട്ട് കൊടുത്താൽ മതി. ഗോൾഫ് കോഴ്സ്. ഇനി ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ITC വിൻസർ ഇരിക്കുന്നത് എവിടെയെന്ന് അറിയാം? ITC ഹോട്ടൽ, അത് ഈ ഗോൾഫ് കോഴ്സ് റോഡിലാണ്. പക്ഷെ ആ ITC വിൻസറിലെ പുള്ളി താമസിക്കാറില്ല. പുള്ളി ഈ പറയുന്ന പോലെ ITCയുടെ മറ്റു ഹോട്ടലിലെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പുള്ളി എന്താ, ഒരു ഹോട്ടലിലെ സേഫ്റ്റിയും കൂടി പുള്ളി കരുതിയിരുന്നു. ഫുൾ റൂം ബുക്ക് ചെയ്യാൻ. അതൊക്കെ ആരെയാണ് അപ്പം ഇടക്കിടക്ക് ഈ തോക്ക് കൂടെ ഇല്ലെങ്കിൽ പരിഭ്രാന്തിയിലാവും? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അതെല്ലാം മുഴുവൻ ഉത്തരം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യൂലേ, ഷിബിലി എന്നെ കർണാടക പോലീസിലേക്ക് എടുക്കൂല. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഞാൻ വളരെ കൃത്യമായി അന്വേഷിച്ച് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ഈ ITC ഹോട്ടലിലേക്ക് റൂം റെന്റ് എന്ന് പറഞ്ഞാൽ മിനിമം 15,000 രൂപ മുതലൊക്കെ അവർ കാണിക്കും. പക്ഷെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഏതാണ്ട് 1 ലക്ഷം രൂപ, 35,000 രൂപ മുതലൊക്കെ മാധ്യമങ്ങൾ കുറച്ച് കയ്യിൽ നിന്നിട്ട് തള്ളുന്നതാണ്. 35,000 രൂപ മുതലൊക്കെ റൂം കിട്ടും. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ 35,000 രൂപയുടെ എത്ര റൂം എടുക്കണം? 1 ലക്ഷത്തിൽ കവിയും. ഏത് 35,000 രൂപയുടെ എത്ര? അല്ല, ഒരു ഫ്ലോർ മൊത്തം ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര റൂം വരുമെന്ന് അറിയോ? അപ്പൊ അത്രയും റൂം എന്ത് ചെയ്യണം, എടുക്കണം. അല്ലാതെ ഈ പറയുന്ന അവിടെ താജുണ്ട്, ലീല പാലസ് ഹോട്ടലുണ്ട്, ഇത്തരം നിരവധി ഹോട്ടലുകളുണ്ട്. ഈ ഹോട്ടലുകളെല്ലാം എനിക്കറിയാവുന്നതാണ്. അപ്പൊ അത്രയും റെന്റ് ഇതെന്ത് ചെയ്യണം, ബുക്ക് ചെയ്യണം. ഓക്കെ, ഈ ഇദ്ദേഹം വലിയ കസ്റ്റമർ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു 30% 40% ഒക്കെ ഡിറക്ഷൻ കൊടുക്കട്ടെ, അതൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഒരു 50,000 രൂപ വെച്ച് കൂട്ടിയാൽ പോലും എന്ത് ചെയ്യണം? പിന്നെ ഇദ്ദേഹത്തെ പോലാണ് എടുക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും ലോവർ ലെവൽ റൂം എടുക്കാൻ പറ്റില്ലല്ലോ. അവിടുത്തെ ഏറ്റവും മുന്തിയ പ്രസിഡൻഷ്യൽ സ്യൂട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള റൂമുകൾ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അപ്പൊ അവിടെ ആ റോയിലുള്ള റൂമുകൾ എന്ത് ചെയ്യണം? നോക്കൂ, ഇപ്പം ഒരുപാട് നിക്ഷേപകരുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ കമ്പനിക്ക്. അവരൊക്കെ ഈ നിക്ഷേപം പിൻവലിക്കാൻ തുടങ്ങിയത് ഇദ്ദേഹത്തെ മാനസിക സംഘർഷത്തിലേക്ക് എത്തി. ഇന്നാണ് ഇപ്പം വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ മരണം, ഈ അവസാന നിമിഷം ഉണ്ടല്ലോ, ആരെങ്കിലും ഏതെങ്കിലും പ്രമുഖ രാഷ്ട്രീയക്കാരോ സിനിമാ താരങ്ങളെയോ നമ്മൾ കണ്ടോ? ഒരു നന്ദിയെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കാണിക്കേണ്ടതായിരുന്നില്ലേ? ഗൗതം ഈ ലോകത്തല്ലേ? അല്ല, ഗൗതം ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്? ഞാനൊരു കാര്യം ഗൗതത്തോട് തിരിച്ചു വയ്ക്കട്ടെ. ഇപ്പൊ തിരുവല്ലയിലുള്ള പ്രമുഖമായിട്ടുള്ള ഒരു ധനകാര്യ സ്ഥാപനം തകർന്നു. ഏതെങ്കിലും നേതാക്കന്മാർ അവരായിട്ട് പരിചയമുണ്ടെന്ന് പറയും?
ഹീര ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വലിയൊരു ബിസിനസ് കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് എന്ത് ചെയ്തു പോയി, തകർന്നു പോയി. ഞാൻ ഇപ്പോൾ ബാക്കി പേരെന്ന് പറഞ്ഞത് കോട്ടയത്തെ വലിയൊരു ബിസിനസ് ഗ്രൂപ്പ് തകർന്നു പോയി. ഈ ഇത്തരത്തിലുള്ള ബിസിനസ് ഗ്രൂപ്പുകളുടെ ഇന്ന് മുഴുവൻ വലിയ തോതിൽ സംഭാവന മേടിക്കുകയും അവരെ കണ്ടാൽ കുനിഞ്ഞു വണങ്ങുകയും ചെയ്യുന്ന ആളുകളാണ് എന്തുള്ളത് ഉള്ളത്. ഇനി ഇതൊക്കെ പോട്ടെ, ഈ മോൺസൺ മാവുങ്കൽ ഉണ്ടായാലും, മോൺസൺ മാവുങ്കൽ എത്ര പേരായിട്ടായിരുന്നു പുള്ളിക്ക് പരിചയം. പുള്ളി ഇതേപോലെ തന്നെ ഒരു ഷോ ബിസിനസ്സാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. എന്താ കാര്യം അറിയോ, പുള്ളി പോകുമ്പോഴത്തേക്കും ഒരു 730 BMW എന്ത് ചെയ്യുന്നു, നടുക്ക് പോകുന്നു, തൊട്ട് മുമ്പിൽ ഒരു ബെൻസ് പോകുന്നു, തൊട്ട് ബാക്കിൽ ഒരു ബെൻസ് പോകുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, റീൽ എടുക്കുന്നു. ഏത് പുള്ളിക്ക് പിന്നെ തോക്കൊന്നും മേടിക്കാനുള്ള കാശില്ലാത്തതുകൊണ്ട് പാവം എന്ത് ചെയ്തു, കളിത്തോക്ക് വെച്ചിട്ട് എന്ത് ചെയ്തു, അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പൊ ഇത്തരത്തിലുള്ള ഷോ പല ഒരു ലിമോസിൻ കാർ ഉണ്ടായിരുന്നു. ഈ കാറുകളെല്ലാം എവിടെ നിന്ന് എടുത്താന്നറിയാമോ, ബാംഗ്ലൂരിൽ നിന്ന് പഴകി പൊളിഞ്ഞ കാറുകൾ എടുത്തിട്ട് പുള്ളി ശരിക്കും അത് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു മെക്കാനിക്കിന് ഫുൾ ടൈം കൂടെ നിർത്തിയിരുന്നു. കാരണം അല്ലെങ്കിൽ കാർ ഓടിക്കാൻ പറ്റില്ല. ഓക്കെ, അത് മനസ്സിലായി. ഇവിടെ ചോദ്യം അപ്പം റോയിയെ മാത്രമല്ല നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് എന്നാണ്. തീർച്ചയായിട്ടും റോയിയെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാളെ ബിസിനസ്സുകാരാണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗുണ്ടകളാണെങ്കിലും ശരി, അവരൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾ അവരെ ഉപയോഗപ്പെടുത്തും. പക്ഷെ അവസാന കാലം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവരുണ്ടാകും എന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് കളയുന്നു. അല്ല, ഇവിടെ ഒരു സങ്കടകരമായിട്ടുള്ള, അതുകൊണ്ടാണ് ഈ റോയിയുടെ ഈ മരണം അത്രയും നമ്മളെ വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പിന്നിൽ കളിച്ച താങ്കൾ എന്തുകൊണ്ട്, ഞാനിപ്പോ ചോദിച്ചു, മരണത്തിന് അവരൊന്നും പോയില്ല. കാരണം അവർ പോയാൽ അവരും പിടിക്കപ്പെടും. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഇതൊരു വലിയ കണ്ണിയാണ്, ഇതൊരു വലിയ ചെയിനാണ്. ആ ചെയിനിലെ ഒരു അംഗമാണ് ഇല്ലാതായിരിക്കും. അവരിൽ പലരും തന്നെ സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ ഡയറിയിൽ നിന്നോ ഇദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഡോക്യുമെന്റ്സുകളിൽ നിന്നോ ഇവരുടെ ആരുടെയെങ്കിലും പേര് വേറെ ഏതെങ്കിലും കള്ളപ്പേരിലാണെങ്കിൽ പോലും ചിലപ്പോൾ ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ പിന്നെ അവർ കൂടി ചെന്ന് കയറി കൊടുക്കുക. ഈ പറഞ്ഞ മരണത്തിന്റെ സമയത്ത് കയറി എന്തൊക്കെ ഒതുങ്ങി പറയണം. ഇത് ഈ നാട്ടിൽ വളരെ സാധാരണ നടക്കുന്ന ഒരു കാര്യമല്ലേ. ഇപ്പൊ കേരളത്തിൽ ഗുണ്ടകൾ ആരാണ് സംരക്ഷിക്കുന്നത്? പണമുള്ളവരാണ് സംരക്ഷിക്കുന്നത്, രാഷ്ട്രീയക്കാരൊക്കെ സംരക്ഷിക്കുന്നത്. പക്ഷെ എന്നും പറഞ്ഞ് ഏതെങ്കിലും ഗുണ്ട മരിച്ചാൽ അവര് കരഞ്ഞിട്ട് പുറത്തു വന്ന് കരഞ്ഞിട്ട് അവൻ എന്നെ ഒരുപാട് സഹായിച്ചാണെന്ന് പറയൂ? ഇല്ല. കാരണം അപ്പം തന്നെ കൈയൊഴിയും. കാരണം അവരെ സംബന്ധിച്ച് അതൊരു യൂസ് ആൻഡ് ത്രോ മെറ്റീരിയലാണ്. നിരവധി കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ ബിസിനസ്സുകാരും അത്തരത്തിലുള്ള ആളുകളാണ്. അവർക്ക് ഒരു തകർച്ച ഉണ്ടായി പോയാൽ പിന്നെ എന്ത് ചെയ്യില്ല. കഴിഞ്ഞ ദിവസം താങ്കൾ ചില സൂപ്പർ സ്റ്റാറുകളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായി. അത് തന്നെയാണ് പറഞ്ഞത്. ഈ പറയുന്ന ഇവരെ സംബന്ധിച്ച് അവരെയും ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കണേ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ കാസിനോവ പോലൊരു സിനിമയുടെ കഥ കേട്ടിട്ട് ഏതെങ്കിലും ഒരാൾ എടുക്കും? ഇല്ല. അത് പൊട്ടിപ്പൊളിഞ്ഞു. ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമ, ഓക്കെ, അത് പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഇത്തരം സിനിമകൾ, ഈ ഐഡന്റിറ്റി സിനിമയിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഫ്ലാറ്റാണ് കാണിക്കുന്നത്. അപ്പൊ അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമ അങ്ങനെ ക്ലിക്കായി കിട്ടിയാൽ അവരുടെ ബ്രാൻഡിങ്ങിനുള്ള ഉപകരണമായിട്ടാണ് അവരെയും കണക്കൂട്ടുന്നത്. മനസ്സിലായി? അല്ലാതെ അവരും ഇവരെ ഭയങ്കരമായി ആത്മാർത്ഥമായി സ്നേഹിക്കുകയോ പ്രണയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മനസ്സിലായി? അതിനൊന്നും ആവശ്യമില്ല. പിന്നെ ഈ കാലഘട്ടം തന്നെ വളരെ മോശമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആത്മാർത്ഥതയുള്ളവരൊക്കെ വെറും മണ്ടന്മാരായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആളുകൾ ചിത്രീകരിക്കുന്നത്. ഇപ്പൊ തുറന്നു പറഞ്ഞാൽ ഞാനിപ്പോ പറയാം, ഇപ്പൊ മിഥുൻ രമേശ് വന്ന് കണ്ടു. മിഥുൻ രമേശ് ശരിക്കും ദുബായിൽ നിന്ന് വന്ന് കണ്ടേക്കണം, അവൻ കയ്യിൽ നിന്ന് കാശ് മുടക്കി വന്ന് കണ്ടേക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഇവരൊന്നും വേറെ പാടിയില്ല, കാരണം ഈ സമയത്തെങ്കിലും എന്ത് ചെയ്യട്ടെ, ഒന്ന് മാറി നിൽക്കാലോ. പക്ഷെ അവന് മാറിയിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ അറിയാം, വന്നു. മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത ആളാണല്ലോ. മോഹൻലാൽ വന്ന പോലെയാണ് ഒരു കണക്കിന്. ആന്റണി പെരുമ്പാവൂരിനൊക്കെ വരാം. കാരണം മോഹൻലാൽ പറഞ്ഞേക്കാണ് പോയി ചെന്ന് കണ്ടിട്ടിങ്ങ പോരുന്നു പറഞ്ഞാൽ ആന്റണി പെരുമ്പാവൂരിനെ എന്ത് ചെയ്യാം, ചെല്ലാം. കാരണം പുറത്തിവിടെ വേറെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി എന്തുണ്ട്, ആളുകൾ ഉണ്ട്. മോഹൻലാൽ എന്നൊക്കെ പറയാൻ ആരാന്ന് നിങ്ങൾ വിചാരിക്കണേ? മോഹൻലാൽ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ വിളിച്ച് എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ പോലും ലൈനിൽ കിട്ടുന്ന ഒരാളാണ്. മനസ്സിലായ? അപ്പൊ അത്തരത്തിലുള്ള ഒരാളാണ്, അത്രയും ഹോൾഡുള്ള ഒരാളുകളാണ്. അപ്പൊ അതുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ ധൈര്യമായിട്ട് പറഞ്ഞുവിടാം. പിന്നെ ആന്റണി പെരുമ്പാവൂരിന് എന്താ ഇഷ്ടപ്പെടാനുള്ളത്? ഒരു ഡ്രൈവറായിട്ട് വന്ന ഒരാളാണ്. ഇപ്പൊ ഇത്രയൊക്കെ തന്നെ കിട്ടിയില്ല ആറൊപ്പം നിന്നുകൊണ്ട്, പുള്ളപ്പം നിന്നുകൊണ്ട്. ഇനി പുള്ളി പറയണേ അവിടെ പോയെന്ന് കണ്ടേക്കെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനില്ല. ഇപ്പൊ ഇവിടെ ഒരു പക്ഷേ റോയ് ആത്മഹത്യ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, അദ്ദേഹം ഇതൊക്കെ നേരിടാൻ തയ്യാറായി എന്ന് വിചാരിക്കുക, പലരും കുടുങ്ങും. ഇത് ഉറപ്പായിട്ടും. കാരണം ഇപ്പൊ പുള്ളി മിക്കവാറും ചിലപ്പോൾ XYZ എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇട്ട് വെച്ചേക്കണം. പക്ഷെ റോയ് ഉണ്ടെങ്കിൽ റോയിനെ അന്വേഷണ ഏജൻസികൾ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ ഇത് കൂടും. അതിൽ പലരും കുടുങ്ങുമെന്ന് എല്ലാവരും ഒന്നും കുടുങ്ങില്ല. കാരണം അപ്പോഴും നിൽക്കാൻ അറിയാവുന്നവനും വളരെ കൃത്യമായിട്ട് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കണവനൊക്കെ രക്ഷപ്പെടും. അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? കുടുങ്ങും. പ്രമുഖ താരങ്ങളൊക്കെ ഇനിയിപ്പോ തുറന്നു ഞാൻ ചോദ്യത്തിനോട് പറയാം. എന്റെ വിശ്വാസം ഇപ്പോഴും കുറച്ച് രാഷ്ട്രീയക്കാർ ഇതിനകത്ത് കുടുങ്ങുന്നതാണ്. കാരണം അതിലേക്ക്
ഈ പറയുന്ന ഇൻകം ടാക്സ് ഇടിയൊക്കെ ഇപ്പൊ തന്നെ എത്തിയിട്ടുണ്ട്. മനസ്സിലായി? ഇനി അവരുടെ മുമ്പിൽ ഒറ്റ വഴിയുള്ളൂ, അവരെന്ത് ചെയ്യും? രാഷ്ട്രീയം മാറി ചിലപ്പോൾ എന്ത് ചെയ്യാം. ഇദ്ദേഹത്തിന്റെ ഇപ്പം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ, പ്രധാന മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നു, ഇദ്ദേഹം ചില മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഈ ഇന്റർനെറ്റ് കോളുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് അപ്പൊ അതിന്റെ IP അഡ്രസ്സൊക്കെ ഇപ്പം അന്വേഷണ സംഘം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഇന്റർനെറ്റ് കോൾ അദ്ദേഹം ചെയ്യുന്നത്? ഇപ്പം പേരോ നമ്പറോ ഒന്നും വ്യക്തമാക്കാത്ത ഇന്റർനെറ്റ് കോൾ. ഇത് കുറച്ചുകൂടി ഇങ്ങനെ തന്നെ നീണ്ടു നിൽക്കുകയും ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് ഈ വാർത്ത കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാവുകയും ചെയ്താൽ വെറുതെയാണെന്നാണ് പറയുന്നത്. അല്ല, പറഞ്ഞേക്ക്, നാളെ മുതൽ ഇതിനേക്കാൾ വലിയ അപസർപ്പക കഥകളൊക്കെ ഇതിനകത്ത് വരും. അങ്ങനെ അപസർപ്പക കഥകൾ വരിക എന്ന് പറഞ്ഞാൽ മിക്കവാറും മറ്റേ AI മറ്റേ സ്റ്റുഡിയോയിലൊക്കെ എന്ത് ചെയ്യും, മറ്റേ AI ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ഇദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പുണ്ടായ മാനസിക സംഘർഷം മറ്റേ പത്രത്തിലാണെങ്കിൽ മറ്റേ വരച്ച് എന്ത് ചെയ്യും, മറ്റേ സ്കെച്ചായിട്ടൊക്കെയുള്ള പല പരിപാടികൾ. താങ്കൾ പറയുന്നത് മുഖ്യധാര മാധ്യമങ്ങള് വ്യാജ വാർത്തയാണ് ഇതെന്നാണ്. വ്യാജ വാർത്തയൊന്നും അല്ല ഗൗതം, ഇതിന്റെ പുറത്തൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട്. കാരണം അവർ നോക്കുമ്പോൾ യൂട്യൂബിലെ ചാനലുകളുടെ വീഡിയോകളെല്ലാം കയറുന്നു, ഇവിടെ കയറുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, നീ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങോട്ട് എന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും, അയച്ചു തരൂ എന്ന് പറയും. പണ്ടില്ല എറണാകുളത്ത് വർക്ക് ചെയ്തിരുന്നത് അന്വേഷണ സംഘം പറഞ്ഞു എന്ന രീതിയിലാണ് പല പ്രമുഖ റിപ്പോർട്ടേഴ്സും ഞാനിപ്പോ ഗൗതത്തോട് കൂടുതലൊന്നും പറയുന്നില്ല. ഈ അന്വേഷണ സംഘം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവർ ഏത് ഭാഷയും സംസാരിച്ചു. ഞാനിപ്പോ ഇത് പറയുന്നില്ല ഗൗതത്തോട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതത്തിന് പറഞ്ഞാൽ വെറുതെ നമ്മളൊരു ഓവർ ക്ലെയിം വെക്കുന്നതിനുമില്ല. ഗൗതം പലരും വിളിച്ച് നമ്മളോടടക്കം ഇത് ചോദിക്കുന്നുണ്ട്, ഇത് എന്താന്നുള്ളത്. അതിന്റെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു കേസിൽ ഞാൻ ഡൽഹി ബ്യൂറോ ചീഫ് ഒരാളെ വിളിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ഇവർക്ക് പോലും അതിൻ്റെതായ എന്ന് പറഞ്ഞാൽ അവരൊന്നും അത്ര മെനക്കെട്ട് അങ്ങോട്ട് അധ്വാനിക്കുന്നില്ല അതിന് വേണ്ടി. മനസ്സിലായി? ഒരു വാർത്ത അവരെ സംബന്ധിച്ച് ഒരു സാധാരണ ജോലിയാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ 55,000 രൂപ 60,000 രൂപ കിട്ടുന്ന ഒരു സാധാരണ ജോലിയാണ്, അല്ലെങ്കിൽ 40,000 രൂപ ജോലിയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾ അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്താനുള്ള സമയമൊന്നും ഇവർക്ക് എന്ത് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, മറ്റേ ഉണ്ടത്രേ എന്ന് പറഞ്ഞ റിപ്പോർട്ടില്ലേ, മറ്റേ റൺ ബേബി റണ്ണില്ല, അതുപോലെ സംഭവം എന്ത് ചെയ്യുക, അടിക്കുക. അത്രേ ഉള്ള കാര്യം. ഇപ്പൊ ഞാനൊരു കാര്യം തന്നെ ചോദിക്കട്ടെ, പക്ഷേ ഷിരൂരി മറ്റേ മണ്ണ് വീട് മറ്റേ ഇതുപോലെ 9 ദിവസം ഈ മാധ്യമങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്ന? അല്ല, പേരൊക്കെ വിട്, പലരും നമ്മുടെ സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് പേരൊക്കെ വിട്. ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമില്ല പറഞ്ഞുകൊണ്ടിരുന്ന, ചിലപ്പോൾ ജീവൻ ഉണ്ടാകാം, ജീവൻ ഇപ്പോഴും തുടിക്കുന്നുണ്ടാവാം. എല്ലാവർക്കും അറിയാൻ പാടില്ലേ എന്താന്ന്? 9 ദിവസമായിട്ട് ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധ്യതയില്ല, ഒരു 80%. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യും, ഒരു ആകാംക്ഷയുടെ മുൾമുനയിലേക്ക് ജനത്തെ നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ഈ സംഭവം ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്, വ്യൂവർഷിപ്പ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ. ഇന്റർനെറ്റ് കോൾ ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഇന്റർനെറ്റ് കോൾ എന്നൊക്കെ പറഞ്ഞാൽ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇന്റർനെറ്റ് കോൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വിളിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അവിടെ എന്ത് ചെയ്യില്ല, കാണിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സാധാരണ സൈബർ വിദഗ്ധരെ സംബന്ധിച്ച് അത് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഏത് IP അഡ്രസ്സിൽ നിന്നാണ്, ഏത് മെഷീനിൽ നിന്നാണ്, ഏത് ഇൻസ്ട്രുമെന്റിൽ നിന്നാണെന്നുള്ളത് ട്രേസ് ചെയ്യാൻ എളുപ്പത്തിൽ എന്ത് ചെയ്യും, കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ മൊസാദൊക്കെ ആയിരിക്കണം. മനസ്സിലായോ? സത്യത്തിൽ ഞാനൊരു കാര്യം പറയല, ഈ കേരളത്തിൽ ആരെങ്കിലും പിടിക്കപ്പെടാതിരിക്കണമെങ്കിൽ, ഏതെങ്കിലും കുറ്റവാളികളുണ്ടെങ്കിൽ അവർ കേട്ടോ, പിടിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, നിങ്ങൾ മറ്റേ മൊബൈലിൽ നിന്ന് അൺഐഡന്റിഫൈഡ് കോൾ വിളിച്ചാൽ നിങ്ങളെ രാവിലെ പൊക്കും. അതേസമയം മൊബൈൽ ഇല്ലാതിരുന്നാൽ നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല, പൊക്കാൻ പറ്റും. പൊക്കൽ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചോ, കാരണം അത് പെർമനന്റ് ആയിട്ടുള്ള തെളിവാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ മറ്റേ പല തരത്തിലുള്ള കഥകളൊക്കെ എന്ത് ചെയ്യും. വേണമെങ്കിൽ എനിക്ക് ഇവിടെ 500 കഥ പറയാം, ആളുകൾ കോൾമേർ കൊള്ളും, ത്രസിക്കും. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, ഈ പറയുന്ന പോലെ ഒരു മര്യാദക്ക് നിരക്കാത്ത കാര്യമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഇത് പൊളിയും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ 3 വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഗൗതം നോട്ട് ചെയ്ത് വെച്ചോ, നമുക്ക് 1.5 മാസം കഴിഞ്ഞിരിക്കുക. കാരണം അത് എന്ത് ചെയ്യും, അത് സത്യമാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ ഇതേ ഫ്ലോറിലിരുന്ന് ഞാൻ അയ്യപ്പദാസനോട് ഇന്റർവ്യൂ എടുക്കുമ്പോഴാണ് എന്നാണ് എൻ്റെ ഓർമ്മ, ഞാൻ പറഞ്ഞു ആളുകൾക്ക് ജാമ്യം കിട്ടും. ആ ജാമ്യം കിട്ടുന്നൊന്നും പ്രധാനപ്പെട്ട കാര്യമല്ല. കാരണം വെച്ചാൽ 90 ദിവസത്തിനകം ഇത്രമാത്രം ആഴത്തിൽ പോകേണ്ട 89 മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ എടുക്കേണ്ട ഒരു കേസിന് കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റില്ല. പിന്നെ ജാമ്യം കിട്ടിയെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനില്ല എന്ന് പറഞ്ഞു. ഇന്നലെ കോടതി അത് തന്നെ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം ലോങ് ടൈമിലേക്ക് ശരിയായിരിക്കണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തുന്നത്. പിന്നെ കഴിഞ്ഞ ആദ്യത്തെ വീഡിയോ എടുത്തപ്പോൾ ഗൗതം ഓർക്കണ്ട, ഗൗതം ക്രിസ്ത്യൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത്. പിന്നെ ഞാൻ എപ്പോഴും ഗൗതത്തോട് പറയുന്ന ഒരു കാര്യമാണ്, അത് പ്രേക്ഷകർ കേട്ടോണ്ട് കുഴപ്പമില്ല, എനിക്കറിയാവുന്നതിന്റെ 20% ഞാൻ പുറത്തേക്ക് ഇപ്പോഴും പലതും അറിയാം. ഇപ്പോഴും അറിയാം. ഇപ്പൊ ഞാനൊരു അന്വേഷണത്തിന്റെ പുറകിലാണ്. എറണാകുളത്തുള്ള ഒരു പാർട്ടി, ബിസിനസ് തകർന്നു പോയൊരു പാർട്ടി, ഇവർ കാശ് കൊടുക്കാനുണ്ട് ഇപ്പോഴും കോൺഫിഡൻസ് ഗ്രൂപ്പ്. കാരണം വെച്ചാൽ നമുക്കറിയില്ല ഇനി പണിതിട്ട് തെറ്റിപ്പോയതാണോന്ന്. പക്ഷെ പണിതതിന്റെ കാശ് എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ ബിസിനസ്സിൽ മറ്റേ എല്ലാം മാലാകയാണെന്നൊക്കെ പുറമേയൊക്കെ കാണിക്കും.
പക്ഷെ യാഥാർത്ഥ്യം എന്തല്ല, അതൊന്നുമല്ല. യാഥാർത്ഥ്യം മറ്റു പലതുമാണ്. അത് എന്തായാലും റോയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട്. അതിൽ പല വിഷയങ്ങളും വരും ദിവസങ്ങളിലും പുറത്തു വരും. വരും ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം കൂടി കോത്തോട് പറയാം, ഒരു 10-30% കാര്യങ്ങൾ പുറത്തു വരും, ബാക്കി ഒരു 50-60% കാര്യങ്ങൾ മൂടപ്പെടും.